അത് വളരെ നിർഭാഗ്യകരമായി പോയി. എന്താണ് ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവജനോത്സവങ്ങളൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് നടക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ ഒരു അനുഭവം. ഇതുവരെ കേരളത്തിൽ സ്കൂൾ കലോത്സവമായാലും യൂണിവേഴ്സിറ്റി കലോത്സവമായാലും ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ നടത്താറുണ്ടായിരുന്നു. ഇത്തവണയും സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നമല്ല, നുഴഞ്ഞു കയറി ആരോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസ് അന്വേഷണം പൂർത്തീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പോലീസ്. അപ്പം നമുക്ക് ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം അതെന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം കഴിഞ്ഞ് വിശദാംശങ്ങൾ ലഭ്യമായതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു കാര്യം പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും മരണവും നിർഭാഗ്യകരമായി, ഇങ്ങനെ യുവജനോത്സവം പൂർത്തീകരിക്കാതെ അവസാനിച്ചു എന്നുള്ളതും ഖേദകരമാണ്. ഇത് ചിലർ അതിൽ നുഴഞ്ഞു കയറി ഉണ്ടാക്കിയിട്ടുള്ള കുഴപ്പങ്ങളാണ്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പോലീസും കൂടി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പറയാം. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡീറ്റെയിൽസ് തിരക്കിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു ജാഗ്രത ഉണ്ടല്ലോ ടീച്ചർ. SFI മൊത്തത്തിൽ ഡിഫൻസ് മോഡിൽ നിൽക്കുന്ന സമയമാണ്, അറിഞ്ഞോ അറിയാതെയോ. ഇപ്പൊ ഇന്നലെയും കൂടി കുസാറ്റിൽ ഒരു ചെറിയ സംഘർഷം ഉണ്ടായി. അത് ബോധപൂർവം ഈ ക്യാമ്പസുകളിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ കാലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ സമാധാനപരമായ നിലയിലും പിന്നെ പുതിയ വൈജ്ഞാനിക മേഖലയിലെ മാറ്റങ്ങൾക്കനുസൃതമായ നിലയിലുമൊക്കെ നമ്മുടെ ക്യാമ്പസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പോസിറ്റീവായ ഒരുപാട് സ്റ്റെപ്സ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ തമസ്കരിച്ച് കളയാൻ വേണ്ടി ബോധപൂർവം ചില ശ്രമങ്ങൾ അശാന്തി സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാഗ്രതാപൂർവം തന്നെ അതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് കാണുന്നത്.